നമുക്ക് പറഞ്ഞോണ്ടാ. തുടങ്ങിക്കോട്ടാ. ശരി, പറഞ്ഞു കൊടുത്താ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താല് നമുക്ക് അള്ളാഹുവിന്റെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസം നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ഒരു ഇൽമിന്റെ സദസ്സിൽ ഒരുമിക്കാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ ഇങ്ങനെ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് ഇവിടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചെങ്കിൽ അള്ളാഹുവെ റഹ്മാനായ റബ്ബെ, നിന്റെ കാരുണ്യം കൊണ്ട് നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഏറ്റവും ഉന്നതമായ ദറജയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടാനും കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, ആമീൻ. ഇന്നലെ പെട്ടെന്ന് സത്യത്തില് നമ്മള് റംലത്ത ചരിത്രം ഇങ്ങനെ പറയുമ്പോ നമ്മള് ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിലാണല്ലോ മാനസികമായിട്ട്. സത്യം പറയാലോ, ആ ഒരു ഫീലിങ്ങിലാ മനസ്സുള്ളതേ. ഒരു ചരിത്രം നമ്മളിങ്ങനെ പോകുമ്പോ ആ ഒരു യാത്രയിലാണല്ലോ. അപ്പൊ അതിങ്ങനെ വിചാരിച്ചിട്ടുള്ള സമയത്ത് ഇന്നലെ പെട്ടെന്ന് വിയോഗം കൂടി വന്നപ്പോ തീരെ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. കാരണം പെട്ടെന്ന് അത് നമ്മളിങ്ങനെ ആ ഒരു ചരിത്രത്തില് ശരിക്കും ഹിജ്റ യാത്ര, മദീനയിലെത്തി, അവിടെ എത്തി, അവിടെ ഓരോന്നും ഇങ്ങനെ കണ്ണിൽ കാണുന്ന പോലെ ആ ചരിത്രത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യല്ലേ സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് ഇന്നലെ ആ ഒരു ഇത് ഒരിക്കലും അവിടെ ഉള്ളത് പോലെ തന്നെ തോന്നിപ്പോയി. വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആയിപ്പോയി. പഠിച്ചോനെ, എന്താ പറയാ, ഇന്നലത്തെ ആ ഒരു ഇത് വേണ്ടി ആ ബദർ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കേട്ടാൽ മതിയെന്നു എന്നൊക്കെ എന്തൊക്കെയോ വിചാരിച്ചു പോയി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമനില തെറ്റിയതും പറഞ്ഞതും കാര്യങ്ങളും ശരിക്കും സുബ്ഹാനല്ലാഹ്. അവര് അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് ഓപ്ഷൻ ഉണ്ടായിട്ട് ഒന്ന് തെരഞ്ഞെടുത്ത ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ എന്തൊക്കെയോ ഇങ്ങനെ കൊതിച്ചു പോയി അല്ലേ. അള്ളാഹു നമുക്ക് അവര് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമുക്ക് നമ്മളെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നിലക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്ത് പിൻപറ്റി നമ്മളെ ജീവിതം നമുക്ക് നാളെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്നിച്ച് ചാരത്ത് ഇരിക്കാൻ, ഹൗദുൽ കൗസറിന്ന് വെള്ളം കുടിക്കാൻ ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇപ്പൊ നമ്മള് അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ച പവിത്രമാക്കപ്പെട്ട ആ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത് അല്ലെ. ഒരു നമ്മളെ ഇസ്ലാമിക കലണ്ടർ പ്രകാരം വർഷത്തിന്റെ തുടക്കം മാസം എന്നുള്ളത് മുഹറം ആണെങ്കിൽ അവസാനിക്കുന്നത് ദുൽഹജ്ജാണ് അല്ലെ. ശരിക്കും പറഞ്ഞാല് അവസാനിക്കുന്നതും തുടങ്ങുന്നതും പവിത്രമാക്കപ്പെട്ട മാസം കൊണ്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്കറിയാലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസഹും. അള്ളാഹുവിന്റെ അടുക്കലിലെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ആ ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹിന്റെ അടുക്കല് മാസങ്ങളുടെ എണ്ണം 12 അതില് 4 അത് യുദ്ധം വിലക്കപ്പെട്ട അല്ലെ, പവിത്രമാക്കപ്പെട്ട മാസം. അതുകൊണ്ട് തന്നെ അതാണ് മതം അല്ലെ, ഒരു വക്രതയില്ലാത്ത നേരായ മതം. അതുകൊണ്ട് തന്നെ ആ 4 മാസങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. ശരിക്കും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണെന്നാ പറയുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന്. ഇത്രയും ശ്രേഷ്ഠത നമ്മൾ ഈ മാസങ്ങൾക്ക് കൊടുക്കണം. പിന്നെ എത്രത്തോളം നമ്മൾ ആ ഒരു കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ചെറിയ ഹദീസുകളിലൂടെ നമുക്ക് പോയി നോക്കാം. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ, അഫ്ളലു സിയാമി ബഅദ ശഹരി റമളാന സിയാമു ശഹരില്ലാഹിൽ മുഹറം. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് അല്ലെ, റമളാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറയുന്നത് അള്ളാന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നുള്ളത്. അപ്പം പിന്നെ അള്ളാഹുവിങ്കിൽ എന്താ അള്ളാന്റെ മാസം എന്നാ പറഞ്ഞത് അല്ലെ, ഷഹറുല്ലാഹിൽ മുഹറം എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിലേക്ക് ചേർത്ത് കൊണ്ടാണ് ഈ മുഹറം മാസത്തിനെ കൊണ്ട് പറഞ്ഞത് അല്ലെ. അപ്പം
അത്രയും പിന്നെ റമളാനിന് ശേഷം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ റമളാനിന് ശേഷം മുഹറം മാസത്തെക്കാളും ശ്രേഷ്ഠമാറിയ മറ്റൊരു മാസം ഇല്ല. നമ്മൾ ദുൽഹജ്ജിൽ കുറേ ഹദീസുകൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും പവിത്രതയും അതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ഇതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്താന്ന് വെച്ചാല്, നമ്മളില്ലേ എപ്പോഴും അള്ളാഹുവിന്റെ മഹത്വം അറിഞ്ഞ് അള്ളാഹുവിനെ അറിഞ്ഞ് ആ റബ്ബിനെ മനസ്സിലാക്കിയിട്ട് വേണം എന്താകാന് ഓരോ കാര്യങ്ങളിലും കർമ്മങ്ങൾ നമ്മൾ അതിനെ നല്ല നിലക്ക് ചെയ്തു കൊണ്ടുപോകാന്നുള്ളതാണ്. ചില അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹിന്റെ തൃപ്തി, ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസങ്ങളും അല്ലെ ഓരോ സെക്കൻഡുകളും എന്താണ് ശ്രേഷ്ഠമായതും മഹത്വം ഏറിയതും തന്നെയാണ്. അപ്പൊ ഈ ഒരു മാസം പ്രത്യേകം എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഒരു മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളെ മേലെന്താണ് നിർബന്ധമാണ്. എങ്ങനെ നമ്മളത് സൂക്ഷിക്കും അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാസത്തിലെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാല് അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മേലെ ബാധ്യതയാണ്. ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹു താഴെ പറഞ്ഞത് അല്ലെ, ആരെങ്കിലും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ്. അള്ളാഹിന്റെ മതചിഹ്നങ്ങൾ നമ്മൾ ആദരിക്കണം, അതിന് അതിൻ്റെതായ ആദരവും ബഹുമാനം. അപ്പൊ എങ്ങനെയാ നമ്മൾ ഈ ഒരു മാസത്തിന് ആദരവ് കാണിക്കുക? അവിടെയും അള്ളാഹു പറയുന്നുണ്ടല്ലേ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാഹി വലശ്ശഹറൽ ഹറാം. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടല്ല പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ എന്താണ് ലാ തുഹില്ലു ശഅഇറല്ലാഹി വലശ്ശഹറൽ ഹറാം. അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ എന്താക്കരുത്, അനാദരിക്കരുത്. പിന്നെയോ പവിത്രമായ മാസങ്ങളിൽ. അപ്പൊ നമ്മൾ ഈ പവിത്രമായ മാസത്തെ നമ്മൾ അനാദരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മതചിഹ്നങ്ങളെയും അനാദരവ് കാണിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്താ ഇവിടെ സൂക്ഷിക്കേണ്ടത്? മറ്റു മാസങ്ങളെക്കാളും കുറച്ചും കൂടി ഒരു ശ്രദ്ധ നമുക്ക് ഈ മാസങ്ങൾക്ക് കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു വർഷത്തിന്റെ അല്ലെ ഒരു തുടക്കമാണ് ഈ മുഹറം മാസം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധയോടെ തുടങ്ങി, അതുപോലെ ദുൽഹജ്ജ് എന്ന് പറയുന്നത് അതിന്റെ അവസാനമാണ് അല്ലെ, ആ ശ്രദ്ധയോട് കൂടി അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വർഷത്തിന്റെ തുടക്കവും ഒടുക്കവും അള്ളാഹു തആല പവിത്രമാക്കി തന്നിട്ടുണ്ടെങ്കിൽ. അതിനിടയിൽ പിന്നെ റജബും റമദാനും വരുന്നുണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തിനാ ഇങ്ങനെ ഓരോ മാസങ്ങൾക്കും അള്ളാഹു തആല ശ്രേഷ്ഠത എന്ന് വെച്ചാൽ നമ്മൾ അത്രയും പിന്നെ ആ കാര്യങ്ങളിൽ നമ്മളെ സ്വന്തത്തിന്റെ വിഷയത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ കാണിക്കണം എന്നുള്ളതാണ്. അതായത് കൂടുതൽ ശ്രദ്ധ കാണിക്കുക. അള്ളാഹു വിലക്കിയ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക, പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കുക. അതാണ് ഒരു വിശ്വാസി ഈ ഒരു മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടിട്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് വിലക്കിയ കാര്യങ്ങൾ പൂർണ്ണമായും അതിൽ നിന്ന് എന്താക്കുക, വിട്ടു നിൽക്കുക എന്നുള്ളത്, ഉപേക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ മാസങ്ങളിൽ എന്താണ് യുദ്ധം എന്നുള്ളത് പിന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് അല്ലെ. പരസ്പരം പോരടിക്കലും യുദ്ധം. യസ്അലൂനക അനിശ്ശഹരിൽ ഹറാമി ഖിതാലിൻ ഫീഹി ഖുൽ ഖിതാലുൻ ഫീഹി കബീർ അല്ലെ. ആ മാസത്തിൽ യുദ്ധം ചെയ്യാന്നുള്ളത് എന്താണ്, ഭയങ്കര അപരാധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതും സ്വന്തം ദേഹങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നതും നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലെ. വലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും അല്ലെ. നിങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ എന്താക്കാൻ പാടില്ല, അക്രമം പ്രവർത്തിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും പറഞ്ഞാല് സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളോട് തന്നെ നമ്മൾ അക്രമം പ്രവർത്തിക്കാന്ന് പറയുന്നത് എന്താണെന്നറിയോ? തിന്മകൾ ചെയ്യാന്നുള്ളത് തന്നെയാണ്. തിന്മകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 മാസങ്ങളിൽ നന്മ ചെയ്യുന്നതിന് എത്ര പ്രതിഫലമുണ്ടോ അതുപോലെ തന്നെയാണ് ഈ മാസങ്ങളിൽ തിന്മ ചെയ്യാന്നുള്ളത് എന്താണ്, ഈ ശിക്ഷന്റെ കാഠിന്യം കൂടുന്ന പറയുന്നത്. ഭയങ്കര ഗുരുതരമായ ശിക്ഷ കൂടുതൽ ലഭിക്കാൻ ഇത് കാരണമായേക്കാം എന്ന് തഫ്സീറുകളിൽ പറയപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ഒരു വിഷയത്തില് പിന്നെ
എത്രത്തോളം നമ്മൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെ, നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നുണ്ട്. അല്ലെ, ഹബീബായ റസൂലുള്ള എന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മൾക്ക് ശരിക്കും ഹബീബാകുന്നുണ്ടാ? അല്ലെ, നമ്മൾ അള്ളാഹു അവന്റെ റസൂലും നമുക്ക് ഏറ്റവും ഹബീബാകുന്നുണ്ടാ? ഹുബ്ബ് നമുക്ക് വരുന്നുണ്ടാ? ശരിക്കും നമ്മളെ പ്രവർത്തനം ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇന്നലെ ക്ലാസ് കേട്ടപ്പോ ഏങ്ങി ഏങ്ങി പലരും കരഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. ഇന്നലെ ക്ലാസ് കേട്ടിട്ട് കരയാത്തവര് വളരെ വിരളായിരിക്കും. ശ്രദ്ധിക്കാത്ത ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ ഒരു കരയാത്ത ആള്. എല്ലാരും കരഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ആ കണ്ണീര് നമ്മൾ ഒലിപ്പിക്കുമ്പോ ആ ക്ലാസ്സിൽ തന്നെ അവർ ചോദിക്കുന്നുണ്ടല്ലേ, നമ്മൾ എത്രത്തോളം നമുക്കത് കണ്ണീര് ഒലിപ്പിക്കാൻ നമുക്ക് അവകാശം ഉണ്ട് അതിന്? നമ്മൾ അതിനോട് കൂറ് പുലർത്തുന്നുണ്ടാ? നമുക്കിപ്പോ ഒരു ഒരു പിന്നെ കഥ കേൾക്കുമ്പോൾ നോർമലി നമ്മൾ വേറെ എന്തെങ്കിലും കരയിപ്പിക്കുന്ന കഥ കേട്ടാലും നമ്മൾ കരയും, ആരെങ്കിലും കരയുന്ന കണ്ടാലും നമ്മൾ കരയും. അല്ലെ, അത് സ്വാഭാവികമായി മനുഷ്യ സഹജമാണ്. ഒരാൾ കരയുന്ന കാണുമ്പോൾ അല്ലെ, പൊതുവെ നമ്മൾക്ക് കരച്ചിൽ വരും. അതേപോലത്തെ ഒരു കരച്ചിലാണോ ഇന്നലെ? അതല്ല, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണോ? നാളെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണിറയെ കാണണം, അടുത്തിരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രം കർമ്മങ്ങൾ നമ്മളെ കൂടെ ഉണ്ടോ? അല്ലെ, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അപ്പം ഈ മാസങ്ങളെ അള്ളാഹു തആല പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസങ്ങളിൽ നമ്മൾ എന്താക്കണം? പ്രത്യേക ശ്രദ്ധ പുലർത്തണം. എല്ലാ നല്ല കാര്യങ്ങളും നല്ല ഒരു ചിട്ടയോടെ നമ്മൾ തുടങ്ങിക്കോ. ഇപ്പൊ അൽഹംദുലില്ലാ നമുക്ക് ശരിക്കും നമ്മളിൽ എത്രയോ വലിയ സൗഭാഗ്യവാന്മാരാണ്. നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആക്കി കൊണ്ടുപോകാൻ അള്ളാഹു ഭയങ്കരമായിട്ട് അനുഗ്രഹം ചെയ്ത് തന്നിട്ടാണുള്ളത്. ഒരു ദിവസം നമുക്കില്ലേ അള്ളാഹുവിന്റെ ദിക്റ് വിട്ടിട്ട് അശ്രദ്ധമായി പോകാതിരിക്കാത്തക്ക വിധത്തിൽ നമ്മളെ പിടിച്ച് കെട്ടിയിട്ട വിധത്തിൽ നമുക്ക് ക്ലാസ്സും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലും മെസ്സേജുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളല്ലേ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് കയറുകൾ നമ്മളെ നേർക്കുണ്ട്. ചിന്തിച്ചു നോക്ക്, രാവിലെ എണീച്ച മുതൽ രാത്രി ആകുന്നതിന്റെ ഇടക്ക് നമുക്ക് എത്രയാ അള്ളാഹുവിലേക്കുള്ള കണക്ഷൻ ഇങ്ങനെ അള്ളാഹ് ഇട്ടിരുന്നത്. നമ്മൾ അതിനെ പിടിക്കുന്നുണ്ടാ? അല്ലെ, നമ്മള് മുറുക്കി പിടിക്കുന്നുണ്ടാ? അല്ല, ഇതിങ്ങനെ നമ്മളൊരു ആവേശം, ആ ക്ലാസ് കേൾക്കാന്നുള്ളൊരു ആവേശം, ഞാൻ കുറെ ക്ലാസ് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ആവേശം, ആ ഒരു കേൾക്കുമ്പോ മാത്രമുള്ള എന്താ പറയാ, നമ്മൾ ആയിഷ പറയുന്ന പോലെ ഹായ് വായ് വാ ഹാ വാവ് അന്ന് പറയുന്ന ഒരു പ്രതീതിയാണോ ഇപ്പോഴും ഉള്ളത്? എല്ലാം എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നമ്മള് സ്വന്തത്തിനോട് നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മള് മനസ്സില്ലേ, നമ്മൾ ഒരു സ്ഥലത്തും ഒരു കാര്യത്തിലും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് നിൽക്കാൻ കഴിയൂല. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കേൾക്കുമ്പോ മാത്രമുള്ള ഒരു അനുഭവവും ആ ചിന്തയും മാത്രമുള്ള ആൾക്കാരുണ്ട്. എന്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യലുണ്ട് ആൾക്കാർ. അതായത് ആ കേൾക്കുന്ന സമയത്ത് നല്ല ഒരു ഈമാൻ ഇതെല്ലാം തോന്നും, പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം മറന്ന് പിന്നെയും പഴയതുപോലെ ഒരവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും ഇപ്പൊ ഒരു ഇൽമിന്റെ സദസ്സിൽ ഉണ്ടാകുന്ന അതേ അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെ? അത് അള്ളാഹുവിന്റെ ആ ഹദീസിൽ നിന്ന് നമുക്കത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹൻദല റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഈ കാര്യം പോയി പറഞ്ഞല്ലേ, അള്ളാന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ അടുത്ത് ഇരിക്കുമ്പോ നമുക്ക് നല്ല ഈമാനാ, പക്ഷെ വീട്ടിലെത്തി മക്കളത്തിന്റെ നമുക്ക് അത് അത്രയും കിട്ടുന്നില്ല. എന്താ ചെയ്യാ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? അത് ഈമാൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആ ഒരു ഇതിൽ കിട്ടൂല, അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് ഒരേ അവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് മലക്കുകൾ വന്നിട്ട് നിങ്ങൾക്ക് സലാം പറയും, കൈ തരും നിങ്ങൾക്ക് അല്ലെ? അങ്ങനെ പറഞ്ഞു മുസാഫാത്ത് ചെയ്യുന്ന പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഒരേ അവസ്ഥയിൽ ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലെ, എല്ലാ സമയത്തും ആ ഒരു നല്ലൊരു ഈമാനികമായ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പം ഇവിടെ ഈ ഒരു പവിത്രമാക്കപ്പെട്ട മാസം അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹു ആയുസ് തന്നില്ലേ? ഒരു റമദാൻ കിട്ടി, റമദാൻ കഴിഞ്ഞ് ഷവ്വാല് കഴിഞ്ഞ് ദുൽഖഅദ് കഴിഞ്ഞ് ദുൽഹജ്ജ് മാസം അല്ലെ, എത്രമാത്രം നമുക്ക് അമലുകൾ ചെയ്യാൻ അവസരം കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും മുഹറത്തിലേക്ക് നമ്മൾ അള്ളാഹു എത്തിച്ച് അള്ളാഹുവിന്റെ ഷഹറുല്ലാഹിൽ മുഹറമിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഇൻഷാ അള്ളാഹ് മുഹറത്തില് 1 മുതലേ നോമ്പ് പിടിക്കുന്ന ആൾക്കാരുണ്ട്. മാഷാ അള്ളാഹ്.
ആഹ് എന്തായാലും 9ഉം 10ഉം നോമ്പ് എന്തായാലും എടുക്കണേ. അതാരും ഒഴിവാക്കരുത് കേട്ടാ. പറ്റുന്നവരെല്ലാരും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കി തന്ന നോമ്പുകളിൽപ്പെട്ട വളരെ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുകളിൽപ്പെട്ട നോമ്പാണെന്ത്? മുഹറത്തിലെ 9ഉം 10ഉം നോമ്പ്. അപ്പം ഈ പവിത്രമാക്കപ്പെട്ട ഈ 4 മാസങ്ങളില് നമ്മൾ നന്മകൾ അധികരിപ്പിക്കുക, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉം പിന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കുറെ വാജിബാത്തുകൾ ഉണ്ടല്ലേ, പിന്നെ സുന്നത്തായ കുറെ കാര്യങ്ങൾ, അതിലൊക്കെ എന്താക്കാം, നല്ല ശ്രദ്ധ കാണിക്കുകയും ചെയ്യാം. നല്ലൊരു കണിശത, കൃത്യത നമ്മൾ എല്ലാത്തിലും പുലർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വന്ന വെച്ചാൽ നമുക്കിപ്പോ ഇങ്ങനെ കണക്ഷൻ ആക്കിയിട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ അള്ളാഹ് തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ക്ലാസ്, ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ ഓരോന്നിന്റെ പ്രാധാന്യം, മഹത്വവും ഗൗരവവും നമുക്ക് അറിയിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ഇപ്പം തിലാവത്തിന്റെ കാര്യം തന്നെ, സുബ്ഹാനല്ലാഹ്, ഒട്ടുമിക്ക ആളുകളും ആ ഒരു കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്ലാസ് കേട്ടിട്ടും കുറെ ആൾക്കാർ റിഫ്ലക്ഷൻസ് പറഞ്ഞിട്ടും കുറെ ടിപ്സ് പറഞ്ഞു തന്നിട്ടും ഒക്കെ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഈ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കണം, നീ എത്ര എന്നിട്ട് പാരായണം ചെയ്ത്? നീ എത്രത്തോളം ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മളെ കിതാബില് നമ്മൾ തന്നെ എഴുതാന്, വേറെ ആരതും നമ്മൾ നോക്കണ്ട അല്ലെ. വേറെ ആരും, ഒരു എക്സാമിനേഷൻ ഹാളില് നല്ലപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്താ ചെയ്യാന്നറിയോ? വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി സമയം കളയൂല. ആകെ 2 മണിക്കൂർ പരീക്ഷ എഴുതാനുണ്ടെങ്കിൽ ആ വിലപ്പെട്ട സമയം അവര് ക്വസ്റ്റ്യൻ കൃത്യമായി കറക്റ്റ് വായിച്ച് നോക്കി ഉത്തരങ്ങൾ അതിന്റെ ശ്രദ്ധയോടെ അതിൽ നമ്പർ ഇട്ടില്ലേ കൃത്യതയോടെ എഴുതാൻ ശ്രദ്ധിക്കും. അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കൂല, ബാക്കിലുള്ള ആളെ നോക്കൂല, ഇല്ല, എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അതേപോലെ ആവണം നമ്മൾ ഓരോരുത്തരും. ഒരു എക്സാമിനേഷൻ ഹാളിലാണ് നമ്മൾ ഉള്ളത്, ഒരു പരീക്ഷാ ഹാളിലാണ് നമ്മൾ എല്ലാരും ഉള്ളത്. പരീക്ഷാ ഹാളിലാ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എന്താകണം? നല്ല ശ്രദ്ധ വേണം, നല്ല കണിശത വേണം, നല്ല കൃത്യത വേണം എല്ലാ കാര്യത്തിലും. അങ്ങനെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. ഈ അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വമ്പിച്ച പ്രതിഫലം ഉണ്ടെന്നാ പറയുന്നത്. അൽ അമലു സ്വാലിഹു അഅ്ലമു അജ്റൻ ഫിൽ അശ്ഹരിൽ ഹറാം. ഈ അള്ളാഹു പവിത്രമാക്കപ്പെട്ട ഈ മാസങ്ങളില് കർമ്മങ്ങൾ ചെയ്യുന്നതിന് എന്തുണ്ട്? ഏറ്റവും ഏറ്റവും വമ്പിച്ച പ്രതിഫലം ഉണ്ടെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെ മുസ്ലിം സമൂഹത്തിൽ തന്നെ ചില ആൾക്കാർ ഈ മാസത്തിനെ നഹസായിട്ട് കാണുന്നുണ്ട് അല്ലെ. എന്താ എന്താ അങ്ങനെ വന്നത് അല്ലാഹു ആലം. അതായത് ചില ആൾക്കാർ ഈ ആദ്യത്തെ 10 ദിവസം യാത്ര പോകില്ല, വിവാഹം, വീട് നിർമ്മിക്കുന്ന കാര്യം, വീട്ടിൽ താമസം ആരംഭിക്കുന്ന ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യൂല. അത് ഒരു ദുഷ്ടഗുണത്തിന്റെ ദിവസങ്ങളായിട്ടാണ് അവർ കണക്കാക്കിയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെയല്ല അല്ലെ. അങ്ങനെ ഒരു ദിവസത്തിനും ഇസ്ലാമിൽ എന്തില്ല, ഒരു ദുഷ്ടഗുണത്തിന്റെ ഒരു ദിവസമോ മാസമോ ആയിട്ട് ഒരു മാസവും ദിവസവും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടേയില്ല. പിന്നെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അല്ലെ. ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല, കാലത്തെ ചീത്ത പറയാൻ പാടില്ല. പറ്റുമോ? അത് ചില ആൾക്ക് ഈ ഷിയാക്കളിൽ നിന്ന് വന്നതാണ്. അതെന്താണെന്ന് വെച്ചാല്, ഒന്ന് പറയുന്ന വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ച് പനി വന്ന്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായില്ലേ. അതെല്ലാം ഈ ഒരു മാസങ്ങളിലെ തുടക്കത്തിലാണല്ലോ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ വേറെന്താ പറയുന്നത് വെച്ചാല് മറ്റേ കർബല യുദ്ധം, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലെ. അതില് ഹസൈന തങ്ങള് ക്രൂരമായി ആ യുദ്ധത്തിൽ വധിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഈ മുഹറം മാസത്തിലാണ്. അതൊക്കെ കൂട്ടിക്കലർത്തിയിട്ടാണ് ഷിയാക്കള് ഈ മാസത്തിന് എന്താക്കുന്നത്, ദുശകനമായിട്ട് അവർ കാണുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല അല്ലെ. നമ്മൾ ഒരിക്കലും ഒരു കാലത്തിന്റെ ഒരു ഇതിനെ നമ്മൾ ഒരിക്കലും പറയാനേ പാടില്ല അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, തസുബ്ബുദ്ദഹർ, നിങ്ങൾ എന്താക്കരുത്, കാലത്തെ ചീത്ത പറയരുത്. കാരണം എന്താ, ഫഇന്നല്ലാഹ ഹുവദ്ദഹർ. സുബ്ഹാനല്ലാഹ്, തീർച്ചയായും അള്ളാഹു ആണ് കാലം. നമുക്കിങ്ങനെ ദുശകനം നോക്കുന്ന ഏർപ്പാടൊന്നും ഇസ്ലാം ഒന്നും പഠിപ്പിച്ചു തന്നിട്ടേയില്ല. ഇപ്പോ അൽഹംദുലില്ലാ ഭൂരിപക്ഷ ആളുകളും അത്തരം വിശ്വാസങ്ങളിലൊക്കെ വിട്ടു നിൽക്കുന്നവരാണ്. എന്നാലും എന്തുണ്ട്, ഒരു ചെറിയ ശതമാനം ഇപ്പോഴും ആ ഒരു വിശ്വാസവുമായിട്ട്
ഇങ്ങനെ കൂട്ടി കണക്ട് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. അള്ളാഹു നമുക്ക് പിന്നെ നമ്മളെ വിശ്വാസത്തിൽ നല്ല നല്ല ഉറപ്പ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ലൊരു ഈമാൻ, അതായത് എന്തെങ്കിലും സംഭവിക്കുമ്പോ തന്നെ അത് അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്നൊന്നും ചിന്തിക്കാതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് മാത്രം ചിന്തിച്ചിട്ട് അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടിട്ട് സമാധാനം അടയുന്ന ഒരു മനസ്സ് അള്ളാഹു എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്ന് വരുമ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല, അള്ളാഹ് വിചാരിക്കാണ്ട് ഒന്നും നടക്കൂല്ല അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആരുടെയെങ്കിലും ആവശ്യം ദുഷ്ടഗുണത്താൽ തടയപ്പെടുകയാണെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു. അപ്പോ സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് എന്താണ് അതിനുള്ള പ്രായശ്ചിത്തം. അന്നേരം അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ പറയണം. എന്താ പറയുന്നറിയോ? അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക് വലാ ഇലാഹ ഖൈറുക്. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്, ഒരു നന്മയും നിന്റെ നന്മയല്ലാതെ ഒരു നന്മയും ഇല്ല. ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക്, നിന്റെ ശകുനമല്ലാതെ മറ്റൊരു ശകുനവുമില്ല. വലാ ഇലാഹ ഖൈറുക്, നീ അല്ലാതെ യഥാർത്ഥത്തിൽ മറ്റൊരു ഇലാഹുമില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും നീ അങ്ങനെ ചെയ്തുകൊണ്ടാ ഇങ്ങനെ ആയത് ഇല്ലേ, അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഇങ്ങനെ ആയത്, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല, ഇതൊന്നും നമുക്ക് പറയാനേ അവകാശമില്ല. എങ്കിൽ എന്നുള്ള ആ ഒരു പദം തന്നെ നമുക്ക് പറയാൻ അവകാശമില്ല അല്ലെ. ലൗ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയാനുള്ള യാതൊരു ഇതുമില്ല. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും അത് വിശ്വാസത്തിന്റെ ദൗർബല്യമാണ്. നമ്മൾ എന്തെങ്കിലും എല്ലാം അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേ ചെയ്യണ്ട കേട്ടാ. ലാ ഖൈറ ഇല്ലാ ഖൈറുക്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്. അള്ളാഹു അല്ലെ, നിന്റെ നന്മയല്ലാതെ ഒരു നന്മയും ഇല്ല, നിന്റെ ശകുനമല്ലാതെ മറ്റൊരു ശകുനവും ഇല്ല, നീ അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ഇലാഹും ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇപ്പോ ഒരു ടെക്നോളജി വികസിക്കുന്നതനുസരിച്ചിട്ട് കുറെ എന്തൊക്കെയോ കടന്നു വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ പണ്ട് കൈനോക്കലും അങ്ങനെ മുഖലക്ഷണം പറയലും അങ്ങനൊക്കെ ആണെങ്കിൽ ഇന്ന് AI ആണ്. AI. അള്ളാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഞാൻ വിചാരിക്കും ഓരോന്നും ഇങ്ങനെ കടന്നു വരുന്ന ഇതില് പിന്നെ എന്താ പറയാ, ഒരു തരത്തില് ഈ കൈനോട്ടലും പോലത്തെ ഒരു സംഭവം തന്നെയാണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ടെക്നോളജി വികസിക്കുന്നതനുസരിച്ചിട്ട് നമ്മളെ കൊണ്ട് ഏത് രൂപത്തില് ശിർക്ക് കൊണ്ടുവരാൻ നമ്മളെ ജീവിതത്തിലേക്ക് പിന്നെ അങ്ങനെയുള്ള പലതും പല കോലത്തിലും വരും. അപ്പൊ എപ്പോഴും അള്ളാഹിനോട് എപ്പോഴും അള്ളാഹുൽ ശിർക്ക് വന്നു പോകുന്നതിനെ തൊട്ട് എപ്പോഴും നമ്മൾ എന്താക്കണം? അള്ളാഹിനോട് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ വിശ്വാസം ഒരിക്കലും ദുർബലമായി പോകാൻ പാടില്ല. കാരണം എന്താ അറിയോ, നമ്മളോട് അള്ളാഹു അവന്റെ റസൂലും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് വിശ്വാസത്തിലേക്ക് വരണം. ഇപ്പം ഒരു ഉദാഹരണം പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സുബഹി ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാല് അവൻ അള്ളാന്റെ കാവലിലാണ് അല്ലെ, അള്ളാന്റെ സംരക്ഷണം ഉണ്ടോന്. അപ്പൊ പിന്നെ അന്ന് നമുക്ക് പിന്നെ ഒന്നും സംഭവിക്കൂല. ആ ഒരു വിശ്വാസം. അതിപ്പോ നമുക്ക് വീട്ടിലെ ആരും ഇല്ല, ജമാഅത്ത് നിസ്കരിക്കാൻ ആരുമില്ല, നമ്മൾ ഒറ്റക്കാണെങ്കിൽ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്ന് ആ ഒരു സമയത്ത് ഒരു വക്ത് തനിച്ചാണ് നിസ്കരിക്കുന്നെങ്കിലും പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിച്ച അതേ പ്രതിഫലം തന്നെയാണ്. അപ്പൊ ഈ സംരക്ഷണം അള്ളാഹുവിൽ നിന്നുള്ളൊരു സംരക്ഷണം അള്ളാന്റെ ദിമ്മത്തിലാണെന്ന് പറയുന്നത്. സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച ഒരാള് അള്ളാന്റെ സംരക്ഷണത്തിലായി. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? പിന്നെ എന്തിനെയാ നമ്മൾ പേടിക്കണ്ടേ അല്ലെ? പിന്നെ ആരെയാ നമ്മൾ പേടിക്കേണ്ടത്? ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ നെഹസെല്ലാം നോക്കുന്നത് ജൂതന്മാരെ പണിയാണ്. അതായത് നമ്മള് ശരിക്കും പറഞ്ഞാല് എല്ലാം തവക്കുലാണ് അല്ലെ. എന്ത് കാര്യം ഒന്ന് അള്ളാഹുവിന് വേണ്ടി ചെയ്യാന്നുള്ളതും ബാക്കി അള്ളാഹുൽ തവക്കുലാക്കാന്നുള്ളതുമാണ്. ഇല്ല, എല്ലാ കാര്യവും ഇപ്പൊ ഓരോന്നിനും ഇന്നതിന് വേണ്ടി ഇന്നത് ചെയ്യണം, ഇന്നതിന് വേണ്ടി ഇന്നത് ചെയ്യണം എന്ന് നമുക്ക് കുറേ നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനൊക്കെ ചെയ്താലും ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് നമുക്ക് വിചാരിച്ചിട്ട് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അവിടെ എല്ലാം എന്ത് വേണം? അത് ചെയ്തിട്ട് അള്ളാഹ്ക്ക് ഏൽപ്പിക്കണം നമ്മള്. അതാണ്. നമ്മള് ഒരു കഥ പോലെ കേൾക്കലുണ്ട്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു സംഭവം നടന്നൊരു കഥ. അദ്ദേഹത്തിന് വയറുവേദന വന്നപ്പോ ഒരു മരത്തിന്റെ ഇല പറിച്ച് തിന്നാൻ പറഞ്ഞു അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അത് കഴിച്ചപ്പോ അദ്ദേഹത്തിന് വയറുവേദന മാറി.
അങ്ങനെ പിന്നീട് ഒരിക്കല് വയറുവേദന വന്നപ്പോ അദ്ദേഹം ആ ഇല വരച്ച് നിന്നപ്പോ അയാള് സോറി, മൂസാ അലൈഹി സ്വലാമിന്റെ വയറുവേദന മാറിയില്ല പോലും. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ നേരത്തെ അള്ളാഹുള്ള വിശ്വാസത്തോടെ കഴിച്ചത്, ഇപ്പൊ ആ ഇലയിൽ എന്തോ പ്രത്യേകത ഉണ്ട് എന്നുള്ള നിലക്കാന്ന് കഴിക്കുമ്പോ അപ്പോഴെന്തില്ല, അതിന് ശിഫയില്ല. കാരണം എന്താ, അള്ളാഹു ഉദ്ദേശിച്ചാലേ അതിന് കിട്ടൂ, ആ ശിഫ കിട്ടൂ അല്ലെ. ഇതേപോലെ തന്നെ എല്ലാ കാര്യം നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുക, അള്ളാഹു തവക്കുൽ ചെയ്യാന്നുള്ളതാണ്. കാരണം അള്ളാഹിന്റെ കാവലിലാണ് നമ്മള് ഉള്ളത് അല്ലെ. നമ്മളെ മക്കളെ കാര്യമായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യാം. എൽമ പഠിപ്പിക്കുക, ദീനിന്റെ കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക, നല്ല അറിവ് കൊടുക്കുക, നല്ല മതപരമായ രീതിയിൽ അവരെ വളർത്തുക, ഭൗതികവും മതപരമായ എല്ലാ അറിവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാം നമ്മളെ മേലെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. തവക്കൽതു അലല്ലാഹ് അല്ലേ, തവക്കൽതു അലല്ലാഹ്, അത്രയേ ഉള്ളൂ. അള്ളാഹു അത് ഏറ്റെടുത്ത് നിർവഹിച്ചു തരുന്നുള്ള ഒരു വിശ്വാസത്തോടെ നമുക്ക് എന്താക്കാം, മുന്നോട്ട് പോകാം. നമ്മൾ കൂടുതൽ ശരിക്കും പറഞ്ഞാല് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അല്ലെ. എന്താകാ ഇങ്ങനെ പോയാൽ എന്താകാ, മക്കളെ കാര്യം കുറച്ച് കഴിയുമ്പോ അല്ലോ അവര് പിന്നെ ഈ പോക്ക് പോയ പയ്യ എന്താകാ, ഒന്നും ആയിട്ടൊന്നുമില്ല, മക്കളിൽ നല്ല എന്നെ ഇരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ആദി അല്ലേ, എന്തിനാ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സാറടുത്ത് ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോ പിന്നെ സാർ എന്നോട് പറഞ്ഞു, എന്തിന് മക്കളെ കാര്യത്തിലൊന്നും കുറേ ടെൻഷനൊന്നും ആവണ്ട, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, നല്ല ഖുർആൻ പഠിപ്പിച്ച്, ഹദീസ് പഠിപ്പിച്ച്, ദീന് പഠിപ്പിച്ച്, നിസ്കാരം പഠിപ്പിച്ച്, എല്ലാം നമ്മൾക്ക് അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുത്ത്, ഇനി അവർ നേർവഴിക്ക് വരുന്നെങ്കിൽ വരട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക, ഇനി പോകുന്നെങ്കിൽ പോട്ടെ, ഇനി എന്തിനാ കുറേ ടെൻഷൻ അടിക്കുന്നത്. ശരിക്കും ചിന്തിക്കുമ്പോ അങ്ങനെയൊക്കെ വിചാരിക്കാൻ കഴിയോ നമുക്കില്ലേ, പോകുന്നെങ്കിൽ പോട്ടെ അങ്ങനെയൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. അതായത് അവിടെ പോകുന്നെങ്കിൽ പോട്ടെ എന്നല്ല, തവക്കൽത്തു അലല്ലാഹ്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ എന്താക്കണ്ട, കുറേ നിരാശപ്പെട്ട് നമ്മളെ സമയവും നമ്മളെ വിവാദത്തും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. കാരണം നമ്മളെ കർമ്മങ്ങൾ നമുക്ക് നാളെ അള്ളാന്റെ മുമ്പിൽ നമുക്ക് ഉണ്ടാകും നമ്മളെ കർമ്മങ്ങൾ മാത്രം. അവിടെ എത്തിയാല് സ്വന്തവും ബന്ധവും ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ പറയുന്നല്ലേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസ്സാഹിബതിഹി വ ബനീഹി. എല്ലാരും ഓടിപ്പോവും. ഉമ്മാന്നോ പെങ്ങളെന്നോ സഹോദരനോ സ്വന്തം ബാപ്പാന്നോ അല്ലെ, ഒന്നും ഉണ്ടാവൂല. തന്റെ പ്രിയധർമ്മിണി അല്ലെ, സഹധർമ്മിണി, ഒരു അത്രയും പ്രിയപ്പെട്ടവൻ, ഒന്നുമില്ല. എല്ലാരും വിട്ട് ഓടിപ്പോകും. എന്ത്, നഫ്സി നഫ്സി അല്ലെ, യാ നഫ്സി, എന്റെ നഫ്സ് എന്റെ നഫ്സ് എന്റെ നഫ്സ് എന്നുള്ള ഒരേ ഒരു ചിന്തയില് എല്ലാവരും ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മേലെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്താക്കുക, അത് നമ്മൾ കൃത്യമായി നിർവഹിക്കണം. എന്നിട്ട് അള്ളാഹുലേക്ക് നമ്മൾ എന്താക്കുക, വരമേൽപ്പിക്കുക. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഖുറാനും സുന്നത്തിനും വിരുദ്ധമായതൊന്നും വരാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മതത്തിന്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ചെയ്യുക. അല്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ് അല്ലെ. ഇല്ലാത്ത കാര്യങ്ങള് മതത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചിട്ടാണ് എന്തല്ലോ ഇല്ലാത്ത കുറെ ആചാരങ്ങളും ഇതൊക്കെ അല്ലെ. സത്യത്തില് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇസ്ലാമിന്റെ ലേബിളിലാണ് എല്ലാം വരുന്നത്. അതാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും. നമുക്ക് മനസ്സിലാവില്ല, ഇത് വേർതിരിച്ച് അറിയാൻ കഴിയാത്ത രീതിയിൽ അത്രയും ഈ കൂടിക്കലർന്നിട്ടാ ഉള്ളത്. ഹക്കും ബാത്തിലും മിക്സ് ആയിട്ടാ ഉള്ളത്. അതായത് ബാത്തിലാണ് അത്, പക്ഷെ അതിൽ കുറെ ഹക്ക് ഉണ്ടാവും. അന്നേരം നമ്മൾ വിചാരിക്കും, ഇതെല്ലാം ശരിയാണല്ലോ, ഈ പറയുന്ന കാര്യമെല്ലാം ഭയങ്കര കറക്റ്റ് ആണല്ലോ, അപ്പൊ അത് ശരിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്താകാന്, ഈ ജൂതന്മാരുടെ തന്ത്രങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അള്ളാഹു എല്ലാരും കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. ഇപ്പം നമുക്കറിയാം അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസം മുഹറം മാസം ഇല്ലേ. എന്നാല് ഈ മാസത്തിന് മെഹസായിട്ടും എന്നാൽ യാതൊരു പവിത്രതയും കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത റബീഉൽ അവൽ മാസം ഭയങ്കര പുണ്യവും ഇതൊക്കെ ആയിട്ട് ഇല്ലേ ചെയ്യുന്നില്ല ആൾക്കാര്. എന്തുകൊണ്ടായിരിക്കും? ഇതൊക്കെ ഈ ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു ഇതാണെന്നാ പറയുന്നത്. ശരിക്കും ജനങ്ങള് അള്ളാഹുവിന്റെ ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാന്നുള്ളത് പിന്നെ അത് സത്യനിഷേധത്തിന്റെ വർധനവാണെന്നാ പറയുന്നത്.
മുന്നോട്ട് കാലം പോകുന്നതിന് ഫിറ്റ്നകൾ വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇപ്പോ ടെക്നോളജി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഫിറ്റ്നകളാണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത്. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ വ്യാപകമായിട്ട് ഒരുപാട് പല അക്കാഡമികളും പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് പല ഗ്രൂപ്പും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതലും ഇസ്ലാമിന്റെ ലേബിളിൽ തന്നെയാണ്. നല്ല പിന്നെ പള്ളി ഖത്തീബുമാരും ഉസ്താദുമാരും ഒക്കെയാണ് ഇതിന്റെയൊക്കെ മുൻപില് പിന്നെ ഉള്ളത്. അപ്പൊ ആൾക്കാരൊക്കെ മാഷാ അല്ലാ നല്ല ഇസ്ലാമിന്റെ ലേബിള്. കൂടുതൽ വരുന്ന ഈ പിന്നെ കൗൺസിലിംഗ് മേഖലയിലുള്ള സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കോഴ്സുകൾ സുബ്ഹാനല്ലാഹ് ഭയങ്കരമായ ജാഗ്രത വേണം നമുക്ക്. ഇതിന്റെ ഒക്കെ പിന്നാലെയാണ് ഇന്ന് ആൾക്കാർ കൂടുതലുള്ളത്. എല്ലാം ശരിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷെ എല്ലാം ശരിയാണ് എല്ലാം തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയും പറയാൻ കഴിയൂല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് തെറ്റും ശരിയും ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വല്ലാത്തൊരു ദുരവസ്ഥ. അപ്പൊ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അത് കുഞ്ഞു കാര്യം വരെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പാടില്ല എന്ന് പറയും. എത്ര ചെറിയ കാര്യം നമ്മൾ വിചാരിക്കുന്ന വിചാരിച്ചോ, അതുപോലെ നമ്മൾ എന്താക്കണം, അള്ളാഹിനോട് ചോദിക്കണം. എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തന്നെ എന്താക്ക മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കാം. കാരണം പരിശുദ്ധ ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് പിന്നെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ആൾക്കാര് പിന്നെ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നത് വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദനയേറെ ശിക്ഷ ഉണ്ട് എന്നാ പറയുന്നത്. ഇതിന്റെ ആദ്യം പറഞ്ഞ ഭാഗം എന്താ വെച്ചാല്, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം ആളുകൾ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും എന്നിട്ട് അവരെ അള്ളാന്റെ മാർഗത്തിൽ നേരായ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ? അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു പവിത്രമാക്കപ്പെട്ട ഈ ഒരു മാസത്തിനെ അശുഭമാക്കി കാണ്ട് അല്ലെ, എന്നിട്ട് അവരനുസരിക്കുന്ന ആളുകളെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? ഷിർക്കിലേക്ക്. വളരെ ഗൗരവത്തില് മനസ്സിലാക്കേണ്ട ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അള്ളാഹുവിന്റെ അല്ലെ ഇങ്ങനെയുള്ള എന്താ പറയാ, ഇല്ലാത്ത കുറെ കാര്യങ്ങളെ ഭയങ്കര മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇപ്പം അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കപ്പെടുക എന്നുള്ളത് അത് നിഷിദ്ധമാക്കിയ കാര്യമാണ് അല്ലെ. അത് നമുക്ക് പാടില്ല. അത് ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അല്ലെ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വ്യാപകമായ രീതിയിൽ അല്ലെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ പിന്നെ ഇതൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് തീറ്റിക്കല്ലേ എന്ന ഹറാമ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അവിടെ ഈ പറഞ്ഞ പണ്ഡിതന്മാര് അല്ലെ എന്ന് പറയുന്ന ആളുകളാണ് എന്താക്കുന്നത്? ജനങ്ങളെ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നത്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കൊണ്ടുപോവുകയാണ്. അവരെ അനുസരിക്കുമ്പോ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ ധിക്കരിക്കുക ചെയ്യുന്നത്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യാതൊരു തിന്മയിലും പോയി പെടുന്നതിനെ തൊട്ട് എല്ലാവരും വളരെ ജാഗ്രത പുലർത്താൻ ശ്രദ്ധിക്കുക. ഇന്ന് ഇപ്പൊ ഞാനിപ്പോ ഇത് പറയുമ്പോ ഇങ്ങനെ ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ടീച്ചർ ഇതെല്ലാം ഇതിന് ഇത്ര ഇങ്ങനെ ഇതായിട്ട് പറയേണ്ട കാര്യം എന്ന്. അതായത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ അത് നമുക്ക് മനസ്സിലാവും. അതായത് ഈ ശിർക്കും പിന്നെ വിദഗ്ധത്തും ഖുറാഫാത്തും കൊണ്ട് നടക്കുന്ന ആളുകള് അവർ വേറെ തന്നെ ഒരു ലേബിളും അതിൻ്റെതായ പ്രവർത്തനം കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയാം, ടെക്നോളജി വികസിച്ചതോടുകൂടി ഈ ഒരു ഓൺലൈൻ സംരംഭങ്ങളിലൂടെയാണ് കൂടുതലും അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഭയങ്കരമായ രീതിയിൽ കൂടുതൽ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ. കാരണം എന്താ അറിയോ, എങ്ങനെയാ പോകുന്ന വെച്ചാല്
കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണ്ടേ, സ്വസ്ഥത ആഗ്രഹിക്കുന്നില്ലേ, ഇങ്ങനെ അപ്പൊ നിങ്ങൾ ഈ ഇത് ഫ്രീ ആയിട്ട് 10 ദിവസത്തെ ഒരു കോഴ്സ് ചേരാൻ വേണ്ടിയിട്ട്. ഫ്രീ എന്ന് കാണുമ്പോൾ തന്നെ എല്ലാ മലയാളികളും പെടുന്ന പോലെ തന്നെ സ്ത്രീകൾ പൊതുവെ എന്തായാലും ജീവിതം എന്ന് പറയുന്ന, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എങ്ങനത്തെ ജീവിതമായാലും എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല. വെറുതെ പറയുന്നതാണ് അല്ലെ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതെന്താക്കൂ, ഇവര് മനഃശാസ്ത്രം പഠിച്ചിട്ട് അത് മുതലെടുക്കും. ആൾക്കാർ പെട്ടെന്ന് വഴുതി പോവും അങ്ങോട്ടേക്ക്. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലെ. സത്യം സത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും മരണം വരെ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം ഈ പവിത്രമാക്കപ്പെട്ട ഈ ദിവസങ്ങള്, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താക്കുക, പരമാവധി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. ഖിറാഅത്തുൽ ഖുർആൻ അല്ലെ, തിലാവത്തുൽ ഖുർആൻ നമ്മൾ ഒരുപാട് കേട്ടു. മാഷാ അല്ലാ. ഓരോരുത്തരും ഹക്ക തിലാവത്തിലെ ഖുർആനിനോട് അതിന്റെ ഹക്ക് കാണിക്കാൻ തയ്യാറായിട്ടുണ്ട്. മാഷാ അല്ലാ. ഞാന് 2 ദിവസം മുമ്പ് സൂറത്ത് സുമർ എടുത്തപ്പോ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയോടുകൂടി ആരൊക്കെ ചെയ്യുന്നുണ്ട് ആവോ, അള്ളാഹു ആയാലും. പലരും ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും, കാരണം മനുഷ്യന്മാരാണല്ലോ അല്ലെ. സൂറത്ത് സുമർ ഞാൻ എടുത്ത വരെയുള്ള ഭാഗം എല്ലാ ദിവസവും അർത്ഥസഹിതം ഒരു തവണ പാരായണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവൂല ചിലപ്പോ, ഓർക്കുന്നവര് കൃത്യമായിട്ട് ചെയ്യുന്നും ഉണ്ടാവാം. ഇനി ആരെങ്കിലൊക്കെ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ, ഇന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ഈ പവിത്രമാക്കപ്പെട്ട, ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ മാസത്തിൽ ഓരോ കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കുക. തിലാവത്ത് ഖുറാന്റെ പാരായണം നമ്മൾ പരിശുദ്ധ റമളാനിൽ ഒരുപാട് നിർവഹിച്ചവരാണെങ്കിൽ, നമ്മൾ ഈ ഒരു 1-ാമത്തെ മാസമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക, ഞാനൊരു ദിവസം ഇത്ര, കുറേ വിചാരിക്കണ്ട, കുറച്ചൊന്ന് തുടങ്ങിയാൽ മതി, ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. പക്ഷെ തുടങ്ങി വെക്കണം. അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തണം. നമ്മൾ കുറച്ച് മതി. ഫസ്റ്റ് തന്നെ കുറേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ആവേശത്തിൽ നമുക്ക് കുറെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് അധികം നീണ്ടു പോകൂല. പെട്ടെന്ന് അത് തുടങ്ങിയ പോലെ തന്നെ അതിനെക്കാട്ടിയും വേഗത്തിൽ അത് ബ്രേക്ക് ആവും ചെയ്യും. അപ്പൊ അങ്ങനെയല്ല, നല്ല തീരുമാനങ്ങൾ എടുക്കുക. അത് കുറച്ചായിട്ട് ഫസ്റ്റ് ചെയ്യുക. അത് നിലനിർത്തി കൊണ്ടുപോകുക. പിന്നെ അത് കൂട്ടി കൊണ്ടുവരിക. അത് കുറഞ്ഞു പോകരുത്. അല്ലെങ്കിൽ തന്നെ കുറച്ചേ ഉള്ളൂ, അത് പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. അപ്പൊ അത് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഖുറാൻ പാരായണത്തിന്റെ കാര്യം പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ പിന്നെ ഇത് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാനത് യൂർസദി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം വിചാരിച്ചൊരു കാര്യമാണ്, ഞാൻ മറന്നുപോയിട്ടുണ്ടായി. പിന്നെ പറയാന്ന് വെച്ചിട്ട് മറന്നുപോയി. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് ഇപ്പം ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഇത്ര പ്രതിഫലം എന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ, 100 ആയത്തുകൾ പാരായണം ചെയ്താലുള്ള പ്രതിഫലമൊക്കെ. അപ്പം പിന്നെ അത് നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ രാത്രി മുഴുവനും അല്ലെ നിന്ന് നമസ്കരിച്ച ആ ഒരു പ്രതിഫലമൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ആയിഷ ക്ലാസ്സിൽ പറയുന്നുണ്ടായി, 100 ആയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സൂറത്തുൽ ബഖറയാണെങ്കിൽ നമുക്ക് 100 ആയത്ത് എന്ന് പറയുമ്പോൾ മറ്റേ വത്തബവിന്റെ തൊട്ട് മുമ്പുള്ള ആ പേജ് വരെ നമ്മൾ ഓതണം അല്ലെ, അത്രയും പേജുകൾ നമ്മൾ ഓതണം. പക്ഷെ നിങ്ങൾ അമ്മ ജ്യൂസ് എടുത്ത് നോക്കിയാട്ടെ. അമ്മ ജ്യൂസ് എടുത്തിട്ട് പിന്നെ ഓരോ സൂറത്തും നോക്കിക്കോ. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാൻ കഴിയുന്നറിയോ, പിന്നെ അതായത് ആയത്തുകളുടെ എണ്ണം. സൂറത്തുൽ ഫജർ ഓതിയാല് 30 ആയത്തായി. അതിന് ശേഷമുള്ള സൂറത്തുൽ ബലദ് ഓതിയാല് 20 ആയത്ത്. അപ്പൊ 30, 20 എത്രയായി? 50 ആയത്തായി അല്ലെ. അത് ഒരു റക്അത്തിൽ ഓതാന്. ഇതൊക്കെ കാണാതെ അറിയുന്ന സുഹൃത്തുക്കളായിരിക്കൂലേ മിക്കവാറും. ഞാൻ വിചാരിക്കുന്നത് ഈ സുഹൃത്തുക്കളൊക്കെ അമ്മച്ചൊക്കെ ഒരുവിധ ആൾക്കൊക്കെ അറിയുണ്ടാവും. ഇനി പിന്നെ അമ്മേനെ എടുക്കാന്ന് വിചാരിക്കും. സൂറത്തു നബ എടുക്കാന്. സൂറത്തു നബ 40, പിന്നെ നാസിയാത്ത് പിന്നെ 46, അപ്പൊ 86 ആയി. പിന്നെ അബസിൻ കൂടി ഓതിയാല് 100-ലധികം ആയത്തായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് അറിയുന്ന ഇങ്ങനെയുള്ള ചെറിയ സൂറത്തുകൾ കാണാതെ അറിയുന്നവരെന്താക്കാന്നറിയോ, നിസ്കാരത്തിൽ തന്നെ ഇതൊന്ന് പാരായണം ചെയ്യാൻ. ഷായിന് മ്യൂട്ടാക്ക്. പിന്നെ അപ്പൊ അങ്ങനെ ഒന്ന് നോക്കി നോക്ക്. ഇത് നമ്മൾ എന്താക്കാന്നറിയോ, നിസ്കാരത്തിൽ അങ്ങനെ ഓതാൻ പറഞ്ഞേ.
ഏത് നിസ്കാരത്തിലും നമുക്ക് ഓതാ. ശരിക്കും പറഞ്ഞാല് തഹജ്ജുദ് നിസ്കാരത്തിൽ നമുക്ക് കുറേ ഓതാം. സാധാരണയായിട്ട് നമ്മൾ ശരിക്കും എന്തിനാ ഖുർആൻ പഠിക്കുന്നത്? ഓർത്തോക്ക്. നമ്മളിങ്ങനെ നല്ല തജ്വീദോടു കൂടി ഖുർആനിനെ പാരായണം ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. ഓരോ ഗ്രൂപ്പിലും ചേർന്ന് ഖിറാഅത്തൊക്കെ നന്നാക്കുന്നു. എന്നിട്ട് നമ്മൾ ഓതുമ്പോ എങ്ങനെ ഓതുന്നേ? അതൊന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കണേ. അതായത് നോർമലി നമ്മള് നിസ്കാരത്തിലാണല്ലോ ഖുർആൻ നമ്മൾ ഓതേണ്ടത്. അള്ളാന്റെ മുമ്പിലല്ലേ ഏറ്റവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഏറ്റവും പ്രതിഫലം ഉള്ളത് അത് നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോഴാണ്, അല്ലെ? അപ്പോ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ അറിയുന്ന സൂറത്തുകളെ നമ്മൾ എന്താക്കുക, പരമാവധി നിസ്കാരത്തിൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതില് പിന്നെ നമ്മൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നിസ്കാരം ഭയങ്കര സ്പീഡാണ് നമ്മളത്. നിസ്കാരത്തിൽ നമ്മൾ ഏറ്റവും ചെറിയ സൂറത്താവതാ അല്ലെ? അധികവും ഓതുമ്പോ വേഗം ഓതി തീർക്കാന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു തിരക്കാ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ സൂറത്ത്, നമുക്ക് അറിയുന്നതിൽ ഏറ്റവും ചെറിയ സൂറത്തൊക്കെ ആയിരിക്കും ചിലപ്പോ നിസ്കാരത്തിൽ നമ്മൾ ഓതാ. ശരിക്കും നിസ്കാരം ഒരു സമാധാനത്തിൽ കുറച്ച് ഓതിയിട്ട് നിസ്കരിച്ചു നോക്കിയാട്ടെ, ഭയങ്കര റാഹത്താണ്. പിന്നെ ഈ പറഞ്ഞ സൂറത്തുകളുണ്ടല്ലോ, അബസ, പിന്നെ അതുപോലെ നാസിയാത്ത്, ഇങ്ങനത്തെ അമൽ ജുസിലുള്ള ഇങ്ങനത്തെ സൂറത്തുകളൊക്കെ കാണാതെ അറിയുന്നവരുണ്ടെങ്കിൽ ഒരു 2 റക്അത്തിൽ എന്താക്കുക, ഈ സൂറത്തുകൾ ഓതാന്. ഒരു 2 റക്അത്തിൽ സൂറത്തുൽ ബഖറൊക്കെ പഠിച്ചവരാണെങ്കിൽ അവിടെ ആയത്തുകളുടെ എണ്ണം നോക്കണ്ട, അവിടെ ലഫ്ലുകളും പിന്നെ നമ്മൾ പഠിച്ച ഹിഫ്ളും എല്ലാം നമ്മൾ കവർ ചെയ്യണമല്ലോ. അപ്പൊ ആ നിലക്ക് പിന്നെ ആയത്തുകളുടെ വരികളും അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ സൂറത്തുൽ ബഖറയിൽ നിന്നോ നിങ്ങൾ ഹിഫ്ള് ചെയ്ത വലിയ സൂറത്തുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഒരു 2 റക്അത്തിൽ അത് ഓതാ, ഒരു 2 റക്അത്തിൽ ഇത് ഓതാ. ഇങ്ങനെ ഓരോ നിസ്കാരത്തിലും നമ്മൾ ഇന്ന സൂറത്തൊക്കെ ഓതണമെന്നൊക്കെ ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടായാലില്ലേ, കൃത്യമായിട്ട് നമുക്കൊരു ദിവസം നല്ലൊരു പാരായണം നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. നിസ്കാരത്തിന് മുമ്പും ശേഷം അല്ലെങ്കിൽ ഏത് നമുക്ക് സമയം കിട്ടുന്ന സമയം അത് മുസാഫ് എടുത്തിട്ട് നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ ഖതമായിട്ട് അത് കണ്ടിന്യൂ ഒരു ഭാഗത്തുനിന്ന് ചെയ്യാൻ. അല്ലാതെ നമ്മൾ കൂടുതൽ പ്രതിഫലം അതായത് ഓരോ ആയത്തുകൾക്കും ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിസ്കാരത്തിലും കൂടി ആകുമ്പോലെ ഇത് അടിച്ചു കൊഴുത്ത പൂർണ്ണ ഗർഭിണികളായ 3 ഒട്ടകങ്ങൾ തുല്യമായി ലഭിക്കുന്നതിന് പ്രതിഫലം ഉണ്ട് അല്ലെ? അത്രയും തുല്യമായ പ്രതിഫലമാണ് 3 ആയത്തുകൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ. അത് ഓതുമ്പോ റുക്കൂലൊക്കെ പോകുമ്പോ എന്ത് ചെയ്യും ഖുർആനപ്പോ? ഖുർആൻ എടുത്തിട്ട് ഓതാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഹിഫ്ലുള്ള ഭാഗങ്ങൾ ഇതൊക്കെ അറിയെങ്കിലും ഓതാനാ പറഞ്ഞത്. അറിയുന്ന ഈ സൂറത്തുകളൊക്കെ ഹിഫ്ല് ഉണ്ടെങ്കിൽ ഈ ഭാഗങ്ങള് സംസ്കാരത്തിൽ ഓതാൻ വേണ്ടിട്ടാ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ മുലുക്ക് ഓതിക്കൂടെ? പിന്നെന്താ, എല്ലാം ഓതാനോ നിസ്കാരത്തില്? എല്ലാം നമുക്ക് അറിയുന്ന സൂറത്തുകളൊക്കെ ഓതാ. ഇനി ഒരാൾക്കില്ലേ കുറെ സൂറത്തൊന്നും അറിയില്ല, ചെറിയ കുറച്ച് ഇഖ്ലാസ്, ഫലക്ക്, നാസൊക്കെ അറിയൂന്ന് വിചാരിക്കും. അവർക്ക് വേണമെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിൽ ദീർഘമായി ഓതി നിസ്കരിക്കണമെങ്കിൽ ഇല്ലേ അത് തന്നെ ആവർത്തിച്ച് ഓതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അത്രയും പ്രതിഫലം, അതിനൊക്കെ പ്രതിഫലമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് കഴിയുന്നതും ഇങ്ങനെയുള്ള സൂറത്തുകൾ ഹിഫ്ലാക്കാൻ ശ്രമിക്കാന്. ഇപ്പൊ സബിഹസ്മ അതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവൂലേ? ഞാൻ വിചാരിക്കുന്നു. സൂറത്തുൽ ആല അതൊക്കെ അറിയാം. അപ്പൊ അത് നമ്മള് വിത്തറിലല്ലേ എപ്പോഴും ഓതൂ, അല്ലാതെയും നമുക്ക് ഓതാലോ. വിത്തറിൽ എന്തായാലും ഓതുമല്ലോ. അല്ലത്താക്കിയും സബീസ്മി ഓതിയാല് 19ഉം 26ഉം എത്രയായി? 45 ഇല്ലേ? അങ്ങനെ ആയത്തുകളുടെ എണ്ണം നോക്ക്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഈ ഭാഗങ്ങളിൽ ഓതിയാൽ തന്നെ പിന്നെ നമുക്ക് ഒരുപാട് ആയത്തുകൾ ഓതിയ പ്രതിഫലം കിട്ടും. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ചെറിയ സൂറത്തുകൾ, കുഞ്ഞു ആയത്തുകൾ വരുന്ന സൂറത്തുകൾ ഓതാം. ഓരോ ഒരു ടൈം ടേബിൾ പോലെ പിന്നെ വലിയ ആയത്തുകൾ നമുക്ക് ഹിഫ്ലുള്ളതാ ഞാൻ പറയുന്നത്. ഏകദേശം ഖുർആൻ ഹിഫ്ല് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ നമ്മളെ പാരായണത്തെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ചെറിയ സൂറത്തുകൾ, ഇപ്പം സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്കും നാസും ഒരു റക്അത്തിൽ ഓതിയാല് ഒരു പേജ് ഓതിയ പ്രതിഫലായില്ലേ? ഒരു പേജ് ആയില്ലത്. സുബ്ഹാനല്ലാഹ്. ഒരു സൂറത്തല്ല വേറെ സൂറത്ത് ഓതാമോ? പിന്നെന്താ, ഒരു റക്അത്തിൽ ഒരു സൂറത്തെ ഓതാൻ പറ്റുന്നൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്രയും ഓതാം. ഈലാഫ് ഖുറൈശും അറായത്തിയും ഇന്നാത്തൈനാക്കിലെ ഓതിയ ഒരു പേജായി അല്ലേ? അങ്ങനെയല്ലേ ഓരോ പേജ് വരുന്നത്? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മള് 100 ആയിട്ട് ഓതണം. അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന റക്അത്തിൽ 100 ആയത്ത് ഓതണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
അത്രയും ആ ആയത്തുകൾ പ്രതിഫലം കിട്ടാനാ ഓതിയാലും ചോദിച്ചത്. അത്രയും പ്രതിഫലം കിട്ടും. അപ്പൊ ആയത്തുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞതാ. ഒരു റക്അത്തിൽ തന്നെ അങ്ങനെ ഓതണോ, അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് വെച്ചാല് ഒരായത്ത് ഓതിയാലും പ്രശ്നമില്ല. ഇനി ഒരായത്ത് ഓതിയിട്ടില്ലെങ്കിലോ അപ്പോഴും പ്രശ്നമൊന്നുമില്ല. നിസ്കാരം ശരിയാവൂലേ? നിസ്കാരം ശരിയാവും. പക്ഷെ നമ്മൾ കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തി ആഗ്രഹിച്ച് നമ്മളെ കർമ്മങ്ങൾ ഒന്നും കൂടി നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. നിസ്കാരം കുറച്ച് സാവകാശം രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി കിട്ടാനേ ഒരു റക്കായത്തിൽ തന്നെ വേണ്ട 100 വേണ്ട ആയത്ത് വേണ്ട. അത് ഓതണം. ഒരു രാത്രി 100 ആയത്തുകൾ പാരായണം ചെയ്താല് പറയുന്നുണ്ട്. ആ പിന്നെ അതെ. രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മള് ആമന റസൂൽ ഓതിയാലില്ലേ, ആമന റസൂൽ പാരായണം ചെയ്താൽ തന്നെ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലമുണ്ട്. ഇഷാവും സുബഹിയും ജമാഅത്തായി നിർവഹിച്ചാല് രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം. കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോ കർമ്മങ്ങളും പ്രതിഫലം നമുക്ക് ഒരുപാട് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ കൂടുതൽ പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ ഏറ്റവും നല്ല ഭംഗിയിൽ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ ചെയ്യണം, ഒറ്റയടിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് നടക്കൂല. നമ്മൾ ആവേശത്തിൽ തുടങ്ങിയിട്ട് എല്ലാം ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ വരാനും പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അസ്സലാമലൈക്കും ചെറിയ സീനത്ത. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിലെ ഫർളും സുന്നത്തും ഒന്ന് ഇവിടെ പറയൂ. നിസ്കാരത്തിന് ഫർള് ഏതാ സുന്നത്ത് ഏതാന്നല്ലേ? അതായത് എനിക്ക് ഇതിനകത്ത് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഉപകാരം. നിസ്കാരത്തിന്റെ ക്ലാസ് ഇഷ്ടം പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചുരുക്കി പറഞ്ഞാല് ഫർളായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതാന്ന് വെച്ചാല് തക്ബീറത്തുൽ ഇഹ്റാം, അത് നിർബന്ധമാണ്. അതിന്റെ റുക്നുകൾ എന്ന് പറയാം, വാജിബാത്തുകൾ, അത് എന്തായാലും വേണം. തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, റുക്കൂയില് അടക്കം പാലിക്കല്, എഅ്തിദാലിൽ അടക്കം പാലിക്കല്, സുജൂദിൽ അടക്കം പാലിക്കല്, ഇടയിലിരുത്തം അതിലടക്കം പാലിക്കല്, പിന്നെ അത്തഹിയാത്ത്, പിന്നെ സലാം വീട്ടല്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ തശഹുദിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയത്ത് എന്ന് പറയുമ്പോ തശഹുദോട് കൂടിയിട്ടുള്ള അത് വരുവേ. ഇതില് പിന്നെ ഒന്നിലും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. പക്ഷെ ഈ കാര്യത്തിൽ പോലും നമ്മൾ ഈ അടക്കം പാലിക്കൽ എന്നുള്ള ആ ഒരു കാര്യം പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന ഒരു വിഷയമാണത്. അതായത് സുജൂദ്, റുക്കൂ, സുജൂദ്, എഅ്തിദാല്, ഇടയിലിരുത്തം, ഈ കാര്യത്തിൽ നമ്മൾ അവിടെയൊക്കെ തുമാനീനത്ത് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അതായത് ഒന്ന് അടങ്ങി പാർക്കാന്നുള്ളത്. അവിടെ ഒന്ന് ചൊല്ലാന്നുള്ളത് എന്തല്ല, ഫർളല്ല. സൂറത്ത്, അതുപോലെ പിന്നെ വജ്ജത്തു, ഇതെല്ലാം എന്താണ്, സുന്നത്തിൽ വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? സലാത്ത് സലാത്ത് ഫർളല്ല, സുന്നത്താണത്. അത് ആ തശഹുദ് പറഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് പറയാന്നുള്ളത് അത് എന്തിലാ വരുക? സുന്നത്തിലല്ലേ മലം വരുന്നത്? ഫർളില് വരുന്നത്. ഫർളില് വരില്ല. അപ്പൊ ഫർള് പറഞ്ഞത് ഹസനത്ത് പറഞ്ഞല്ല, ഫർളില് വരുന്നത് പറഞ്ഞത്. അതെ അതെ. സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാല് പിന്നെ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ അത് പറയാ. സുന്നത്തിന്റെ ഫർദ് നിസ്കാരത്തിൽ പറയാൻ പറ്റുമോ? അത് ഫർദ് നിസ്കാരത്തിൽ, സുന്നത്ത് നിസ്കാരത്തിൽ നിസ്കാരത്തിലില്ലേ ഇൻഷാ അല്ലാഹ് നമുക്കില്ല, എന്നാലില്ലേ നിസ്കാരത്തിന്റെ എടുക്കാട്ടോ. എനിക്ക് തോന്നുന്നു ഹസീനത്ത ഒരു പ്രത്യേക ഒരു ക്ലാസ് എടുത്താൽ മതി. കണ്ടോ, ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. പലർക്കും അതിൽ സംശയം ഉണ്ടാവും. അതായത് ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞേരേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഈ എണ്ണം പിടിച്ച് പറയുന്നതിൽ കാര്യം ഉണ്ട് എന്നൊക്കെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പറയാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം ഫർളിൽ ചെയ്യേണ്ടത് സുന്നത്തിൽ ചെയ്യേണ്ടത് എന്നിട്ട് അങ്ങനെ വേർതിരിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും ചെയ്യണം ശരിക്കും. നിസ്കാരത്തിന്റെ ഫർളുകൾ വന്നിട്ടില്ലെങ്കിൽ അത് നിസ്കാരം ശരിയാവില്ല. അതായത് ഇപ്പൊ ഒരാൾ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അല്ലെ? റുക്കൂ ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, ഫാത്തിഹ ഓതിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അല്ലെ? മറന്നുപോയതാണെങ്കിലോ അവിടെ സഹവിന്റെ സുജൂദ് നമ്മൾ അത് ചെയ്തിട്ട് സഹവിന്റെ സുജൂദ് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞ ഫർളായ കാര്യങ്ങൾ. ഇപ്പൊ ഒരു നിസ്കാരത്തിന്റെ ഫർളാട്ടെ സുന്നത്താട്ടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പാലിച്ചിട്ട് തന്നെ നിസ്കരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത് ഫർള് നിസ്കാരം ആയിക്കോട്ടെ, സുന്നത്ത് നിസ്കാരം ആയിക്കോട്ടെ.
എല്ലാം ചൊല്ലണം. എല്ലാം ചൊല്ലിയിട്ടും ആക്കിയിട്ടും തന്നെ നമ്മൾ നിസ്കരിക്കുക. അതായത് ഇപ്പൊ നമ്മളൊരു ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിപ്പം വെറും ഒരു ചോറും അല്ലെങ്കിൽ ഒരു ചോറും അതിന്റെ കൂടെ ഒരു പപ്പടോ ഒരു അച്ചാറോ ഒരു ചമ്മന്തിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചോറ് കഴിക്കാൻ പറ്റും അല്ലെ? വെറുതെ അല്ലെങ്കിൽ ഒരു ചോറും ഒരു കറിയും മാത്രമാണെങ്കിലും ആ ചോറ് കഴിക്കാൻ പറ്റും. അത് ചോറ് തന്നെയല്ലേ നമ്മൾ പറയാ അതിന് അല്ലെ? നേരെ മറിച്ച് ഒരു ചോറ് അതില് പിന്നെ അച്ചാറ്, പപ്പടം, തൈര്, ചമ്മന്തി, പൊരിച്ചത്, വെച്ചത്, മറ്റേത്, മറിച്ചത്, അങ്ങനെ പല വിഭവങ്ങൾ. അതിനും നമ്മൾ എന്താ പറയാ? ചോറ് തന്നെ പറയാ. പക്ഷെ അതെന്താ ഒരു വിഭവ സമൃദ്ധമായ അല്ലെ ഒരു സദ്യ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. എന്നാലും അത് പിന്നെ നല്ല അല്ലെ മനോഹരമായ ഒരു അനുഭവമായിരിക്കും ആ ഒരു ചോറ് അല്ലെ? മറ്റേത് എന്താ ഒരു ചോറ്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നിസ്കാരത്തിന്റെ എല്ലാ ഫർളും റുക്കുനും ഷർത്തും എല്ലാം നമ്മൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോൾ അതിനാണ് ഒരു ഭംഗി, അതിൻ്റെതായ ഒരു ഭംഗി. അത് സുന്നത്ത് നിസ്കാരം, ചില ആൾക്കാർ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും അല്ലെ? ഫാത്തിഹ ഓതിയിട്ട് പിന്നെ അതായത് വജ്ജത്തു പ്രാരംഭ പ്രാർത്ഥന ഒന്നും ചൊല്ലാണ്ട് വജ്ജത്തു അങ്ങനെയുള്ള ഒന്നും ഓതാണ്ട് വെറും ഫാത്തിഹ മാത്രം ഓതിയിട്ട് സൂറത്ത് ഓതാണ്ടൊക്കെ നിസ്കരിക്കും. ശരിക്കും പറഞ്ഞാല് സുന്നത്ത് നമസ്കാരങ്ങളാണ് നമ്മൾ തനിച്ച് നിസ്കരിക്കുമ്പോൾ കുറച്ചും കൂടി ഓതിയിട്ടും ദീർഘിപ്പിച്ചിട്ടൊക്കെ നിസ്കരിക്കണം എന്ന് പറയുന്നത് അല്ലെ? അപ്പം പിന്നെ വജ്ജഹത്തു അതായത് പ്രാരംഭ പ്രാർത്ഥന, സൂറത്ത്, അതുപോലെ സുജൂദിലും റുക്കോയിലും എല്ലാത്തിലും ചൊല്ലേണ്ട ദിക്റുകള്, ഇതൊക്കെ നമ്മളെ എന്തെല്ലാം പഠിപ്പിക്കപ്പെട്ടോ അതെല്ലാം നമുക്ക് ഫർളിലും സുന്നത്തിലും ഒക്കെ എന്താക്കാ ചൊല്ലാം കേട്ടോ. എല്ലാ ദിക്റുകളും ദുആകളും നിസ്കാരത്തിൽ നമുക്ക് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട എല്ലാ ദിക്റുകളും ദുആകളും നമുക്ക് എല്ലാ നിസ്കാരത്തിലും ചൊല്ലാം. അത് ഫർളിലും ചൊല്ലാം, സുന്നത്തിലും ചൊല്ലാം. ഇമാമും ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മാമൂമിങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അധികം ദീർഘിപ്പിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അതായത് കുറെ നേരം നമുക്ക് സുജൂദിലും റുക്കൂയിലും കടന്നിട്ട് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അത് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ തനിച്ച് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാം. നമ്മൾ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇമാമായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കാൻ പാടില്ല? ദീർഘമായ രീതിയിൽ പിറകിൽ നിൽക്കുന്ന പ്രായമുള്ളവരെ, കുട്ടികൾ എല്ലാവരും പരിഗണിക്കണം. അപ്പൊ ഒരു മീഡിയം ആയിട്ട് രീതിയിൽ നിസ്കരിക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ തനിച്ച് നിസ്കരിക്കുമ്പോൾ നമുക്ക് എന്താക്കാം? നമുക്ക് പിന്നെ നമ്മളിഷ്ടം പോലെ നമുക്ക് ദീർഘിപ്പിക്കാം. നിസ്കാരത്തിന്റെ ദിക്റുകളും പ്രാർത്ഥനയും സുജൂദ് റുക്കൂ എല്ലാം നമുക്ക് അധികരിപ്പിക്കാം. പക്ഷെ അതിനൊരു തർത്തീബ് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് പ്രത്യേകമായിട്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു ബുക്ക് തന്നെ ഇവിടെ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്നുള്ള ആ പുസ്തകം തന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ നമുക്ക് അതൊന്നും കൂടി എടുക്കാം. തുടക്കം മുതലേ ഒന്നും കൂടി എടുക്കാം. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മള് ഫസ്റ്റ് റക്കായത്ത് പിന്നെ ഫാത്തിഹ ഓതി നമ്മൾ സൂറത്ത് എത്ര ദൈർഘ്യത്തിൽ നമ്മൾ ഫാത്തിഹ ഓതി സൂറത്ത് ഓതി നിൽക്കുന്നുണ്ട് എന്ന് നമ്മള് അത്രയും സമയമാണ് നമുക്ക് റുക്കുവും സുജൂദും അനുവദിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. അതായത് കുറച്ച് ദീർഘമായി നമ്മൾ നിന്ന് നമസ്കരിക്കുന്നെങ്കിൽ, കുറച്ചധികം ഓതി നിസ്കരിക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് റുക്കുവും സുജൂദും അധികരിപ്പിക്കാം. അല്ലാതെ നമ്മൾ ഖിയാമ് കുറച്ച് ചെറിയ സൂറത്ത് ഓതിയിട്ട് പിന്നെ കുറേ നേരം സുജൂദിലും റുക്കുവിലും കിടക്കാന്ന് പറയുമ്പോൾ ആ ഒരു തർത്തീബ് നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ അതിന്റെ ഒരു ക്രമം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് നമ്മളെ നിസ്കാരം നല്ല രീതിയിൽ ചിട്ടയിൽ കൊണ്ടുപോകാൻ നമ്മൾ ശീലിക്കണം. അതായത് ഇപ്പൊ നിസ്കരിച്ച് ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് കുറച്ച് ദീർഘത്തിൽ നമുക്ക് എത്രത്തോളം നമുക്ക് സുജൂദും റുക്കുവും അധികരിപ്പിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് നമ്മളെ ഖിറാഅത്ത് ഖുർആന്റെ പാരായണം നമ്മൾ എന്താക്കണം? അധികരിപ്പിക്കണം. നിൽക്കുന്നത് എത്ര അധികരിക്കുന്നു അതിനനുസരിച്ച് റുക്കുവും സുജൂദും നമുക്ക് എന്താക്കാം? അധികരിപ്പിക്കാം. ഓക്കെ. ഇനിയിപ്പം നമ്മൾ കുറച്ച് ഓതിയിട്ടേ ഉള്ളൂ, പക്ഷെ സുജൂദിൽ കുറച്ചധികം പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനും ചൊല്ലുന്നതിനൊന്നും വിരോധമില്ല. പക്ഷെ ആ ഒരു ഇതുണ്ടല്ലോ തർത്തീബ്, അത് കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. നമുക്ക് മനസ്സിലാവണ്ടേ? അല്ല ഫർദ് നമുക്ക് വ്യക്തമായി മനസ്സിലായില്ല. നമുക്ക് വീഴ്ച വന്നില്ലെങ്കിൽ അത് നമ്മൾ ശരിയാക്കാൻ കഴിയും. അതെ, നമുക്ക് വിശദമായിട്ട് ക്ലാസ് എടുക്കാം. നിസ്കാരത്തിന്റെ ക്ലാസ് നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. നമുക്കത് എല്ലാവർക്കും അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. കൃത്യമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫർളും പിന്നെ സുന്നത്തും എല്ലാം മനസ്സിലായാലാണ് അതിനനുസരിച്ച് ചെയ്യാൻ കഴിയും. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അതായത് ഇപ്പം നമ്മള് പിന്നെ ഈ പറഞ്ഞ റുക്കൂ സുജൂദ് ഇത് ഇപ്പൊ സുജൂദ് ഒന്ന് ചെയ്തു, രണ്ടാമത്തെ ചെയ്തിനോ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ സുജൂദ് ചെയ്യണം. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒന്നും കൂടി സുജൂദ് ചെയ്യണം. എന്നിട്ട് വേണം എന്താക്കാന് അവസാനം നിസ്കാരം സലാം വീട്ടുന്നതിന് മുമ്പ് സഹബിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്യാതിരിക്കാൻ പാടില്ല.
അതേ സമയത്ത് പിന്നെ നമ്മള് സൂറത്ത് ഓതാൻ മറന്നുപോയി. അന്നേരം ഒന്നും എന്താക്കേണ്ടതില്ല, സാവിന്റെ സുജൂദ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഞാൻ അപ്പൊ പിന്നെ പിന്നെ ഈ സൂറത്ത് കാര്യങ്ങള് നമുക്ക് കൃത്യമായി ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഓരോന്നും ചോദിച്ചിട്ട് ഓരോരുത്തർക്ക് സംശയങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഇൻഷാല്ലാ ഹസീനത്ത അതിന് വേറൊരു ക്ലാസ്സിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ സമയം പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് വലിയൊരു ടോപ്പിക്കും ആണല്ലോ. ഇൻഷാല്ലാ അതെ അതെ അതെ, അതുപോലെ ഒരുപാട് തന്നെ വളരെ ഇമ്പോർട്ടന്റും ആണ്. അതെ അതെ അതെ. അപ്പം മുഹറം മാസത്തിന്റെ ശ്രേഷ്ഠതയും ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ ഒരു പിന്നെ മാസത്തിലെ 9ഉം 10ന്റെ നോമ്പിന്റെ ഇത് പ്രത്യേകത പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവര് ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികള് ആശൂറ, അതായത് മുഹറം 10ന്റെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് എടുക്കാറുണ്ടായിരുന്നു അല്ലെ. മദീനയിൽ വന്നപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് അത് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റമളാൻ നിർബന്ധമാക്കിയപ്പോ ആശൂറന്റെ നോമ്പ് അതായത് ഇഷ്ടമുള്ളവർക്ക് എടുക്കുക, എല്ലാത്തവർക്ക് ഒഴിവാക്കാന്നുള്ള രീതിയിലേക്കാണ് വന്നത്. പക്ഷെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഹിജ്റക്ക് ശേഷം ജൂതന്മാര് ഈ നോമ്പ് എടുക്കുന്നതായിട്ട് പിന്നെ കണ്ട സമയത്ത് അവരോട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് പറഞ്ഞു അല്ലെ, മൂസാ നബി അലൈഹി സ്വലാമിനെ പിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ ഒരു ദിവസത്തിന്റെ ഇതിലാണ് നമ്മള് പിന്നെ നോമ്പെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അവരെക്കാളും പിന്നെ മൂസാ നബിയോട് പിന്നെ ഏറ്റവും കൂടുതൽ ഇതുള്ളത് നമ്മളാണ്, അതുകൊണ്ട് തന്നെ ആ ദിവസം നമ്മൾ നോമ്പെടുക്കണം. അപ്പം പിന്നെ മറ്റുള്ളവരോടും ആ നോമ്പെടുക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച്, പിന്നെ അവരിൽ നിന്നും വ്യത്യാസമാകാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9ഉം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മുഹറത്തിന്റെ 9ഉം 10ഉം, അതായത് അവര് 10 എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം പിന്നെ ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ നോമ്പെടുക്കുമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഉണ്ടായിരുന്നില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജൂതന്മാരോട് എതിരാവുക എന്നുള്ളതാണ് അവിടെ ആ ഒരു ഇത് പറയുന്നത്. അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അവരോട് അത്ര പോലും നമുക്ക് സാദൃശ്യം വരാൻ പാടില്ല എന്നുള്ള നിലക്ക് 9ഉം 10ഉം നോമ്പെടുക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ പറയില്ല 9ന് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 10ഉം 11ഉം എടുക്കാം കേട്ടോ. ആ രീതിയിലും നമുക്ക് എന്താക്കാം, എടുക്കാം. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് ഉൾക്കൊള്ളാറുണ്ട്. അതായത് ജൂത ക്രൈസ്തവരിൽ നിന്ന് പിന്നെ അനാചാരങ്ങളിൽ നമ്മൾ സത്യവിശ്വാസികള് പിന്നെ വ്യത്യസ്തത പുലർത്തണം എന്നുള്ള ആ ഒരു വിഷയത്തിൽ അവരുടെ ആഘോഷ ആചാരങ്ങൾ നമ്മൾ പിന്നെ നമ്മളെ കൂടെ കൊണ്ട് നടക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അതിനോട് വിരോധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു കാര്യത്തിലും നമ്മൾ എന്താകാൻ പാടില്ല, സാദൃശ്യം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മളുടെ എന്തെങ്കിലും സന്തോഷവേളകളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇന്ന് മുസ്ലിമീങ്ങള് ഇങ്ങനെയുള്ള ജൂത ക്രൈസ്തവരെയാണ് അനുകരിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പം പിന്നെ ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് എത്രത്തോളം നന്മകൾ അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിച്ച് പ്രതിഫലം നേടിയെടുക്കാനുള്ള ലക്ഷ്യത്തോടെ അള്ളാഹുവിന്റെ ഇഷ്ടം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം അല്ലെ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഫോളോ ചെയ്യാന്നുള്ള ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ, അതായത് മുഹറം 9, 10 കടന്നു വരുന്ന ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അതായത് വേറെ എന്തൊക്കെയോ ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള യാതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയുള്ളതിലൊന്നും നമ്മൾ ഇതാകാൻ പാടില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും നമുക്ക് അള്ളാഹിനോടുള്ള ഹക്ക്, പരിശുദ്ധ ഖുർആനിനോടുള്ള ഹക്ക് എല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോ സൽക്കർമ്മങ്ങളും വളരെ ശ്രദ്ധയോടെ, കൃത്യതയോടെ, കണിശതയോടെ അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിലക്കുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ ഫളല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നാഥ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അതിനൊക്കെ
പകരമായ ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള നല്ല ആഫിയത്ത് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന സച്ചരിതരായ നല്ല അടിയാറുകളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ വാഗ്ദാനം ചെയ്ത നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും അതുപോലെ സച്ചരിതരായ നല്ല ആളുകളുടെ കൂടെ കഴിയാനും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികളായ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹുവെ രോഗങ്ങൾക്ക് ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുഞ്ഞു മരണപ്പെട്ട ആ സഹോദരിയുടെ കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടാവണം, ദുആയിൽ ഓർക്കണം. അള്ളാഹു അവർക്ക് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം നല്ല സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ ഇനിയും അവർക്ക് പ്രസവിക്കാനും ആരോഗ്യത്തോടെ ആ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താനും ഉള്ള നല്ല ആഫിയത്ത് റഹ്മാനായ റബ്ബെല്ലാം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. അത്തരം കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് റഹ്മാനായ റബ്ബെ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.